ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. പിസ്സയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതൊരു വെറൈറ്റിയാണ്. നമ്മൾ സാധാ പിസ്സ ഉണ്ടാക്കുന്ന പോലെയല്ല, വഴുതനങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തിയും അതേപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. അത്രക്കും ടേസ്റ്റി ആയിരുന്നു. നല്ലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു ഈ ഒരു പിസ്സക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം 2 കളർ എടുത്തിട്ടുണ്ട്, തക്കാളി സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അതേപോലെ തന്നെ സവാള തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെ വലിയൊരു ബ്രിഞ്ചാളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു പകുതി മതി. ഇത് വലിയതായ കാരണം കുറേ ഉണ്ടാവും. അപ്പോൾ ഞാനിത് നടുഭാഗം മാത്രമേ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. ഒരു സൈഡ് ഭാഗം അവിടെ വെച്ചു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി നീളത്തിൽ കനം കുറച്ച് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, നല്ല കനം കുറച്ചിട്ടാണ്. അപ്പോൾ ഇത് ഹാഫ് ഭാഗം ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2-3 സാധനം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ചിടാനേ പാടുള്ളൂ. ചീസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഒരുപാട് ഇടരുത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ 2 എഗ്ഗ് കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾക്ക് അടി കരിയും എന്ന് പേടിയുണ്ടെങ്കിൽ നമ്മൾ അടിയിലായിട്ട് ഒരു പാൻ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പാനൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. നന്നായിട്ട് തീ കുറച്ചതിന് ശേഷമാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വേറൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ചീസ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്കൊരു 3 സ്ലൈഡ് ചീസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചീസൊക്കെ വരുമ്പോഴാണ് ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് വരിക. അപ്പോൾ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ആ ഒരു 3 സ്ലൈഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്നും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ വേവിക്കാം. അതല്ല ഓവൺ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓവണിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചിപ്സ് കൂടി വിതറി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇത്തിരി ചിപ്സ് കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും അതിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടുമ്പോൾ. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ചീസൊക്കെ കൊടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പിസ്സ ഉണ്ടാക്കി നോക്കണം. വഴുതനങ്ങയൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും വലിയ വഴുതനങ്ങയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ ആ ഒരു പിസ്സ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറൊക്കെ നന്നായിട്ട് നിറയുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റും ആയിരുന്നു. അതേപോലെ ഇതിൽ വഴുതനങ്ങ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. നന്നായിട്ട് അതിന് കൂടെ എല്ലാം സെറ്റായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വെറൈറ്റികൾ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.